ജസ്ന തിരോധാനത്തിൽ CBI അന്വേഷണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയ പിതാവ് ജസ്നയെ അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത അന്വേഷിച്ചില്ലെന്ന് ഹർജിയിൽ പറയുന്നു. ജസ്നയ്ക്ക് അമിത ആർത്തവ രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നും പിതാവ് പറയുന്നുണ്ട്. ഇക്കാര്യം സുഹൃത്തിനോട് പറയാനാണ് ജസ്ന വീട് വിട്ടതെന്നുള്ള സംശയമുള്ളതായും പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും. അനന്തൻ, ഇത് വളരെ തീർത്തും പുതിയ വിവരങ്ങളാണ് ഈ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അജ്ഞാത സുഹൃത്ത് എന്ന തരത്തിലുള്ളൊരു പരാമർശം പോലും മുൻപൊന്നും ഉണ്ടായിരുന്നില്ല. അത് എന്താണ് ഈ പിതാവ് പറയുന്നത്? ഈ സുഹൃത്ത് ആരാണ്? എന്തുകൊണ്ട് ഇങ്ങനെ രക്തസ്രാവം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് വിട്ടുപോയതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്? അക്ഷയ, ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച് CBI എവിടെയും എത്താതെയാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. അത് സംബന്ധിച്ച് ക്ലോഷർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ജസ്നയുടെ പിതാവ് തിരുവനന്തപുരം CJM കോടതിയിൽ ഇന്ന് ഹർജി സമർപ്പിച്ചത്. ജസ്നയുടെ പിതാവ് നേരിട്ടെത്തിയാണ് ഈ ഹർജി സമർപ്പിച്ചത്. അഭിഭാഷകൻ ശ്രീനിവാസൻ വേണുഗോപാൽ മുഖേനയാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. CBI അന്വേഷിക്കാതെ വിട്ടുകളഞ്ഞ ചില വസ്തുതകൾ, അതാണ് ജസ്നയുടെ പിതാവ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജസ്നയ്ക്ക് തിരോധാനത്തിന് മുൻപ് അമിതമായ രക്തസ്രാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ രക്തസ്രാവം സംബന്ധിച്ച് ചില തെളിവുകൾ അന്ന് പോലീസിന് ലഭിച്ചിരുന്നു. തിരുവല്ല DYSP അന്വേഷിച്ചപ്പോൾ ഈ രക്തക്കറകൾ പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെടുത്തിരുന്നു. ഈ വസ്ത്രം ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് CBI തയ്യാറായില്ല എന്നാണ് ഈ ഹർജിയിൽ പറയുന്ന ഒരു സൂചന, അല്ലെങ്കിൽ ഒരു ആരോപണം. അതും ഒപ്പം തന്നെ ഈ രക്തസ്രാവത്തിന് കാരണമായി പറയുന്നത് ജസ്നയുടെ അജ്ഞാതനായ ഒരു സുഹൃത്ത് ജസ്നയെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത കൊണ്ട് പിന്നീട് ഏതെങ്കിലും മരുന്ന് കഴിച്ചിട്ടാണോ ഈ രക്തസ്രാവം ഉണ്ടായതെന്നുള്ള സംശയമാണ് പിതാവ് ഉന്നയിക്കുന്നത്. അതിനു മുൻപ് ജസ്ന ഒരു NSS ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും CBIയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. മാത്രമല്ല, ജസ്ന താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ജസ്നയ്ക്കൊപ്പം താമസിച്ചിരുന്ന 5 വിദ്യാർത്ഥിനികൾ, അവരെ കേന്ദ്രീകരിച്ചും CBI അന്വേഷണം ഉണ്ടായില്ല. അങ്ങനെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ രക്തസ്രാവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ് പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിനൊപ്പം തന്നെ ഈ ജസ്ന കാണാതാകുന്ന ദിവസം വൈകുന്നേരം 6 മണിക്കും പിറ്റേന്ന് രാവിലെയും ഫോണിലേക്ക് ചില കോളുകൾ വന്നിരുന്നു. ആ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അജ്ഞാതനായ സുഹൃത്തിനെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അദ്ദേഹം എടുത്തു കാണിക്കുന്ന മറ്റൊരു ആരോപണം, പുലിക്കുന്നിലിനും നെടുങ്കണ്ടത്തിനും ഇടയിൽ വെച്ചിട്ടാണ് ജസ്നയെ കാണാതാകുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ച് CBIയുടെ ഭാഗത്ത് നിന്ന് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയോ അല്ലെങ്കിൽ അത്തരം തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമമോ CBIയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച് പുതിയ ഒരു കാര്യങ്ങളാണ് പിതാവ് ഉന്നയിക്കുന്നത്. അതായത് ജസ്നയ്ക്കൊരു അജ്ഞാതനായ സുഹൃത്തുണ്ടായിരുന്നു, അതുവഴി ജസ്ന ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത, അതിനുശേഷം ഒരു രക്തസ്രാവത്തിൻ്റെ കാര്യം, ഇതെല്ലാം വിവരിച്ചുകൊണ്ടാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഹർജി വിശദമായ വാദം കേൾക്കാൻ വേണ്ടി 26-ന് കോടതി പരിഗണിക്കും. അക്ഷയ, ശരി, തീർത്തും പുതിയ വിവരങ്ങളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന പോലെ ഏറ്റവും അടിസ്ഥാനമായി ഫോൺ കോളുകൾ പോലും പരിശോധിച്ചില്ല എന്ന തരത്തിലടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഹർജിയിലൂടെ ജസ്നയുടെ പിതാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്.